friends, welcome back to our channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേപ്പർ ഫോൾഡിങ് ചെയ്യാം. അതിനായിട്ട് പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നത് പേപ്പർ കപ്പ്. ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു 15 സെന്റിമീറ്റർ വിഡ്ത്തും 15 സെന്റിമീറ്റർ ലെങ്ത്തും ഉള്ള ഒരു സ്ക്വയർ ആക്കിയ 15ന്റെ സ്ക്വയർ പീസ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നേരെ ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യാം. ഇനി ഇവിടുന്ന് നമുക്കിനി ഇവിടുന്ന് വീണ്ടും ഇവിടത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ഫോൾഡിങ് ചെറിയതായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് മടക്കുകൾ കിട്ടും. ഇനി ഈ സൈഡും അതേപോലെ ഫോൾഡ് ചെയ്യാം. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ കുറെ ഫോൾഡിങ് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചു വെച്ച് നമ്മളിങ്ങനെയാണല്ലോ ഫോൾഡ് ചെയ്തത്. ഇനി ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇവിടെ നേരെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതും ഇത് മിഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഒരുപാട് ബോക്സസ് കിട്ടിയിട്ടുണ്ട്. റെക്ടാംഗിൾ ബോക്സസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. മറ്റേ സൈഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇത് കട്ട് ചെയ്തങ്ങ് മാറ്റി ഇവിടുന്ന് നേരെ ഇതുവരെ ഈ ഫോൾഡിങ് വരെയാണ് കട്ട് ചെയ്യുന്നത്. എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മളെ മടക്കി അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോൾഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും പിടിച്ചൊന്ന് ഷേപ്പും കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ ഈ സൈഡിൽ നമ്മൾ എപ്പോഴും ഒട്ടുന്ന സൈഡിൽ കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ കുറച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഉണ്ടോ ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് ഫോൾഡ് ഉണ്ട് കണ്ടോ. അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് കണക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് ഓരോന്നും ഓപ്പൺ ചെയ്ത് എന്നാലും മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഉണ്ടാകും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്ത് അല്ലേ. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ഫോൾഡ് ചെയ്യാം. പിന്നെ അവിടെ ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത്. എന്നിട്ട് ഇതൊന്ന് മടക്കി വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും
ഇവിടെ ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതിന് കണക്കായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നും മേലെ മേലെ വെച്ചിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കപ്പിന്റെ ഈ ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഹാൻഡിൽ വേണം. ഹാൻഡിലായിട്ട് ഒരു പീസ് പേപ്പർ, ഇതിന്റെ ബാക്കിയുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു, വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ ഉണ്ട്. ഇതിപ്പം എന്താ വെച്ചാല് ഒരു 5 സെന്റിമീറ്ററും 17 സെന്റിമീറ്ററും ലെങ്ത് ഉള്ളതാണ്. നമുക്ക് 17 സെന്റിമീറ്റർ വേണ്ട, ഒരു 15 സെന്റിമീറ്റർ മതി. അത് കണക്കായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 15 സെന്റിമീറ്റർ മതി. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പേപ്പർ നേരെ ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇവിടെ സെന്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും സെന്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നീറ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. നല്ലൊന്ന് സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു മടക്ക് കൊടുക്കാം. ചെറിയൊരു ഫോൾഡ് ചെയ്ത് ഇവിടെ കൊടുക്കുക. അതേപോലെ ഈ സൈഡ്, 2 സൈഡും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ച് ഇവിടെ ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ഈ സൈഡിൽ മാത്രം ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കേട്ടോ, ഇവിടെ മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ പേസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടീ ഷേപ്പിലൊന്നാക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് ഇവിടെയും ഒട്ടിച്ചു കൊടുക്കണം. 2 സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് ചെയ്യാം. അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പേപ്പർ കപ്പിന്റെ ഹാൻഡിലൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഇതിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഐസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക. അല്ലെങ്കിൽ പിന്നെ സാധാരണ ബട്ടൺസോ എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും 2 ഐസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഗൂഗിൾ ഐസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ 2ലും ഇതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഐസിന് ഗ്ലൂ പേസ്റ്റ് ചെയ്യാം. കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
ഐസ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഞാനുണ്ട് ഇതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള കഷ്ണമായിരുന്നു. ഫോം ഷീറ്റിന്റെ ഒരു സ്റ്റിക്കർ ഫോം ഷീറ്റിന്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന്റെ മൗത്ത് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങളാണ്. സിമ്പിളായിട്ടും ക്യൂട്ടായിട്ടുള്ള പേപ്പർ കപ്പ് റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എത്ര എളുപ്പം, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ പേപ്പറും ഒരു ഗ്ലൂവും കുറച്ച് ഗ്ലൂവും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ കപ്പാക്കാം. കൂട്ടുകാരൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.